കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇന്ന് രാവിലെയും സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ആരംഭത്തിലെ മുഴുമാനവും മഹത്വവും യേശു രാജാവിന് അർപ്പിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മെ കർത്താവ് നടത്തി. നാം ജനിച്ചു വീണ സമയം മുതൽ അല്ല, അമ്മയുടെ ഉദരത്തിൽ ആ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മെ കണ്ട് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം ഓരോ ദിവസവും അനുഭവിച്ചറിയാൻ ഇവിടെ വരെ എത്താൻ ദൈവം നമുക്ക് അവസരം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ജീവിതത്തിൽ ഒത്തിരി ഭാരം അനുഭവിക്കുന്നവർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. ഒത്തിരി നിരാശയിൽ കൂടെ കടന്നു പോകുന്നവർ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഓരോ ദിവസവും നൂറുകണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഗ്രേസ് ടി വിയിൽ നമുക്ക് ലഭിക്കുന്നത്. അതിൽ ഒരു 50% പ്രാർത്ഥനാ വിഷയങ്ങളും മക്കൾ അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റ് പ്രിയപ്പെട്ടവർ വരുത്തിവെച്ച കടം നിമിത്തമുള്ള പ്രാർത്ഥനാ വിഷയങ്ങളാണ്. വീട് ലോണാണ്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, മക്കളെ കെട്ടിച്ച വിഷയം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് കടം കയറിയ വിഷയം. ഈ വിഷയത്തെക്കുറിച്ചൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ധാരാളം പ്രിയപ്പെട്ടവർ കടം അനുഭവിക്കുന്നവർ, കേട്ടാൽ ഒത്തിരി വിഷമം തോന്നത്തക്ക നിലയിലുള്ള വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ ഗ്രേസ് ടി വിയുടെ പ്രേക്ഷകരായിട്ടുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്ക് കർത്താവിൻ്റെ ആത്മാവിൽ പറയാനുള്ള ഒരു ദൈവിക ദൂതാണ് ഇന്നത്തെ സന്ദേശം. വിചാരപ്പെടുക, നാളെ ഓർത്ത് വ്യാകുലപ്പെടുക. എങ്ങനെയായിരിക്കും? കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് പുത്തൻകുരിശ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു 60 വയസ്സ് പ്രായമുള്ള ഒരമ്മച്ചി എന്നെ വിളിക്കാനിടയായി. അമ്മച്ചി പറഞ്ഞ വിഷയം ഇങ്ങനെയാണ്. ഭർത്താവ് മരിച്ചുപോയി. 2 ആൺമക്കളെയാണ് അമ്മച്ചിക്ക് കൊടുത്തിട്ടുള്ളത്. ഒരാൾ ബാംഗ്ലൂരിൽ ജോലിയാണ്, മറ്റൊരാൾ മസ്കറ്റിൽ ജോലിയാണ്. ബാംഗ്ലൂരിൽ ജോലിയുള്ള മകൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ധനികയായ ഒരു പെൺകുട്ടിയാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു പ്രയാസം നേരിട്ടിട്ട് അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുക. അവർക്ക് തലമുറകളൊന്നും ഇല്ല. മസ്കറ്റിലുള്ള പ്രിയ മകൻ മൂത്ത മകനാണ്. അവർ കുടുംബമായിട്ട് മസ്കറ്റിലാണ് ദൈവത്തെ സേവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്. പക്ഷേ അവരുടെ ജീവിതത്തിലെ ഒരു വലിയ കഷ്ടത്തിൻ്റെ കഥ പറയാനാണ് ആ 60 വയസ്സ് പ്രായമുള്ള അമ്മച്ചി എന്നെ വിളിച്ചത്. അവർ വാഹനത്തിൻ്റെ സ്പെയർ പാർട്സ് വിൽക്കുന്ന ഒരു കടയാണ് മസ്കറ്റിൽ തനിക്കുള്ളത്. എന്നാൽ ബിസിനസ് നന്നായിട്ട് പോവുകയാണ്. ആ ബിസിനസ് നന്നായിട്ട് പോകുമ്പോൾ ആ ലോക്കലിലുള്ള ഒരാൾ ആ കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്തു. അവിടുത്തെ അക്കൗണ്ട് സെഷൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ആ അക്കൗണ്ട് കൈക്കലാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ആ കമ്പനിയുടെ ഒരു നല്ല ശതമാനം പണം അദ്ദേഹം കൊണ്ടുപോയി. അത് നിമിത്തം വലിയൊരു കടം അവരുടെ ബിസിനസ്സിനകത്ത് നേരിട്ടു. ബിസിനസ്സിൽ നേരിട്ട് താൻ റോൾ ചെയ്യാവുന്നൊക്കെ റോൾ ചെയ്തു. പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. ആ 60 വയസ്സ് പ്രായമുള്ള അമ്മച്ചി എന്നോട് പറഞ്ഞൊരു വാക്ക്, ഫസ്റ്റേ, കണ്ണടയുന്നതിന് മുമ്പ് കടം വിടുവോ പ്രശ്നങ്ങൾ മാറുമോ ഒന്നും അല്ല എൻ്റെ വിഷയം. എൻ്റെ കണ്ണ് അടയുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. കാരണം ഏത് സമയം ജയിലിൽ പോകാം. 2 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്. ആ സഹോദരിക്ക് പ്രത്യേക ജോലിയൊന്നുമില്ല. അവർ 2 പേരും കൂടാണ് ആ വലിയ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നാട്ടിൽ വരാൻ കഴിയാതെ അവിടെ ട്രാവൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ബാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നാട്ടിലേക്ക് വരാൻ കഴിയാതെ വലിയ കടത്തിൽ അവർ കഴിയുകയാണ്. ഈ അമ്മച്ചി കുറേ സമയം കണ്ണുനീരോടെ ഫോണിൽ കൂടെ വാക്കുകൾ പറഞ്ഞു. ഞാൻ അമ്മച്ചിയെ ഒത്തിരി ആശ്വസിപ്പിച്ചു. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, കടങ്ങൾ താങ്ങാൻ കഴിയാത്തത്, ആരും കടം വരുത്തി വയ്ക്കുന്നത് അറിഞ്ഞുകൊണ്ടല്ല. കടം വരികയില്ല, അത് റോള് ചെയ്യാം, അല്ലെങ്കിൽ അത് ഇന്നടത്തുനിന്ന് ഇന്നത് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യം നടക്കുമ്പോൾ അത് വീട്ടാം എന്ന പ്രതീക്ഷയോടുകൂടെയാണ്
ഒരു 90% ആളുകളും കടത്തിൽ ചെന്ന് ചാടുന്നു. എന്നാൽ പിന്നത്തേതിൽ അതിൻ്റെ പലിശയും കൂട്ടുപലിശയും കൂടി രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു വലിയ ഭീമമായ ബാധ്യതയ്ക്കകത്ത് അകപ്പെട്ടു പോകുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ഞാൻ പറയാം, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ സഹോദരനോട് പറയാം, കടം അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ ജീവിതത്തിൽ കരകയറാൻ കഴിയാത്ത നിലയിൽ നിങ്ങൾ ഒരു കാലത്ത് വലിയ പ്രൗഢിയോടുകൂടെ ജീവിച്ചവരായിരിക്കാം. വലിയ വീട്, വലിയ കാറ്, വലിയ സമ്പാദ്യങ്ങൾ ഒക്കെ അനുഭവിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നീ ഒരു ഈശ്വര വിശ്വാസിയാകാം, അല്ലെങ്കിൽ നിരീശ്വരവാദിയാകാം, അല്ലെങ്കിൽ കർത്താവുമായി ഒത്തിരി ബന്ധമുള്ള വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു പൊത്തുരുത്ത അവസ്ഥയിൽ കടന്ന് ആരുമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കടം നിങ്ങളെ വല്ലാതെ മുറുക്കി നാളെ ജീവിക്കാൻ കഴിയുന്നില്ല, എനിക്ക് മരിക്കണം എന്ന് ഹൃദയത്തിൽ തോന്നുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ കമ്പി വാചകത്തിൽ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ഈ ചിന്തയിലേക്ക് കയറാം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിൽ നഷ്ടങ്ങൾ വരുന്നത് നിങ്ങളുടെ ഭാര്യയ്ക്കായിരിക്കാം, നിങ്ങളുടെ മക്കൾക്കായിരിക്കാം, നിങ്ങളുടെ ഭർത്താവിനായിരിക്കാം. കാരണം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം അനാഥപ്പെടുകയാണ്. അതുമാത്രമല്ല, വേദപുസ്തകം പറയുന്നു ഒരു മനുഷ്യന്റെ ആത്മാവ് മുഴു ലോകത്തേക്കാൾ വലുതാണ്. അപ്പൊ ആത്മാവ് ഒരിക്കലും നിത്യതയിൽ പോകത്തില്ല, സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ല. ആത്മഹത്യ ചെയ്യുന്ന ഒരാളുടെ ആത്മാവ് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കത്തില്ല, നിത്യ നരകത്തിലായിരിക്കും. കെടാത്ത തീക്കകത്തും ചാകാത്ത പുഴുവും അട്ടയും ഒക്കെ ഉള്ള പിശാചുക്കളുടെ ഗോഡൗൺ ആയിരിക്കുന്ന അഗ്നി നരകത്തിലായിരിക്കും നീ വീഴുക. അതുകൊണ്ട് ജീവിതത്തിൽ പരിഹരിക്കപ്പെടാത്ത ഒരു കാര്യവുമില്ല. ചിലപ്പോൾ നിനക്ക് താങ്ങാൻ കഴിയാത്ത വിഷയത്തിൽ കൂടെ ആയിരിക്കും നീ കടന്നു പോകുന്നത്. ഭീഷണികൾ കാണും. നാളെ നേരം വെളുക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കാണും. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം, നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ നമുക്കൊരു ദൈവമുണ്ട്, നമുക്കൊരു യേശുവുണ്ട്. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം, നിങ്ങൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. അവൻ നിങ്ങളെ ഒരിക്കലും കൈവിടത്തില്ല. യേശുവിനോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയണം. യേശുവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ നിരത്തി വെക്കണം. ഏതാണ്ട് 50 ലക്ഷത്തിലധികം കടം കയറിയ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് വീട്ടുവാൻ ഒരു നിവൃത്തിയുമില്ല. 50 ലക്ഷം രൂപ കടമുള്ള സമയം എൻ്റെ ഓരോ മാസത്തെ എൻ്റെ ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഉള്ള എൻ്റെ വരുമാനം എന്ന് പറയുന്നത് 3000 രൂപയിൽ താഴെയുള്ളായിരുന്നു. ഞാനും എൻ്റെ കുടുംബവും മുമ്പോട്ട് പോകാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തതാണ്. എങ്ങനെ മുമ്പോട്ട് പോകും, ഈ കടം എങ്ങനെ വീട്ടും, അല്ലെങ്കിൽ ഞങ്ങളെ ആര് സഹായിക്കും? ഒരു കാലത്ത് ഞങ്ങളുടെ ഫോൺ എടുക്കാത്ത ആളുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കാത്ത ആളുകളുണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ വരാത്ത ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി വേണ്ടപ്പെട്ടവർ പോലും ഞങ്ങളുടെ വീട്ടിൽ വരത്തില്ല, ഒരു നേരം ഞങ്ങളുടെ ആഹാരത്തിന് ഇരിക്കത്തില്ല, ഞങ്ങളുടെ വീട്ടിൽ വന്ന് കിടക്കത്തില്ല. ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം മാറി നിന്നതിൻ്റെ അർത്ഥം അവരോട് പണം ചോദിക്കുമോ, അല്ലെങ്കിൽ അവരും ബാധ്യതയിലേക്ക് പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവരെല്ലാം മാറി നിന്നത്. പക്ഷെ ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ ഭാര്യയും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ വേലക്കാരാണ്. ഈ കടവും ആയി ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പ്രസംഗിക്കാൻ പറ്റത്തില്ല, ദൈവസന്നിധിയിൽ ഇരുന്നൊന്ന് ജാഗരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് ഈ വിഷയത്തിന് ഒരു പരിഹാരം വരുത്തണം, ഈ കടം വീട്ടി തരണം എന്ന് പറഞ്ഞ് മാസങ്ങൾ ഞങ്ങൾ ദൈവസന്നിധി നിലവിളിച്ചിട്ടുണ്ട്. പട്ടിണി കിടന്നിട്ടുണ്ട്, ഞെരുക്കം അനുഭവിച്ചിട്ടുണ്ട്, ആഹാരം ഇല്ലാത്ത അവസ്ഥകൾ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. കുഞ്ഞിന് നേരെ ചൊവ്വേ നല്ലൊരു ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പണമില്ലാത്ത അവസ്ഥ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ അത്രയും വലിയ പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടിന് റെന്റ് കൊടുക്കാൻ നിർവാഹമില്ലാതെ അവിടുന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ കഴിയാതെ കുത്തിയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ദാവീദ് ദൈവസ്ഥലം നിലമ്പാട് വീണ് കരഞ്ഞു എന്ന് വായിക്കുന്ന പോലെ രാത്രിയുടെ കാലങ്ങളിൽ നിലമ്പാട് വീണ് കരഞ്ഞത് ഞങ്ങൾ ഓർക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ആത്മാവെ പറയാം, എൻ്റെ കടം, ആ കടം ഞാൻ അനുഭവിച്ച, ഞങ്ങളുടെ കുടുംബം അനുഭവിച്ച ആ വലിയ ഭീമമായ കടം വീട്ടി തന്ന ഒരു യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ പറയുന്ന യേശു പരാജയപ്പെട്ടവനല്ല. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന യേശു തകർന്നവനല്ല. എൻ്റെ കർത്താവ് ജയം തരുന്നവനാണ്, പരാജയങ്ങളെ വിജയം ആക്കുന്നവനാണ്. ആ വിജയം
അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വലിയ കടം വന്നാലും, ഒരുപക്ഷെ നിങ്ങൾ മുമ്പോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് മുടങ്ങിക്കിടക്കുകയായിരിക്കാം, നിങ്ങളുടെ ലോണ് EMI മുടങ്ങിക്കിടക്കുകയായിരിക്കാം, നിങ്ങളുടെ ഭവനത്തിൻ്റെ പണി മുടങ്ങിക്കിടക്കുകയായിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിർവാഹമില്ലായിരിക്കാം. ഒരുപക്ഷെ കുഞ്ഞ് പഠിക്കാൻ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, പക്ഷെ പഠിപ്പിക്കാൻ നിർവാഹമില്ല. എനിക്കറിയാം, ധാരാളം പ്രിയപ്പെട്ടവരറിയാം. അവൻ നന്നായി പഠിച്ചു, +2 വരെ പഠിച്ചു, തുടർന്ന് പഠിപ്പിക്കാൻ പണമില്ല, ബാങ്കിൽ ചോദിച്ചിട്ട് ലോൺ കിട്ടുന്നില്ല. അതുകൊണ്ട് അവിടെ വെച്ച് പഠനം നിർത്തിയ മക്കളെ എനിക്കറിയാം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ പറയാം, നിങ്ങളുടെ കടം, നിങ്ങളുടെ ഭാരം എത്ര വലുതാണെങ്കിലും യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ ഇന്ന് കൊടുക്കുക. നിങ്ങൾ മനുഷ്യരോട് പറഞ്ഞാൽ നാട്ടുകാർ മൊത്തം അറിയും കേട്ടോ. വീട്ടുകാരോട് പറഞ്ഞാൽ നമ്മുടെ ചർച്ചക്കാർ മൊത്തം അറിയും. പള്ളിക്കാരോട് പറഞ്ഞാൽ ആ പള്ളിക്കാർ മൊത്തം, പിന്നെ അതുമായി ബന്ധപ്പെട്ട ശാഖകളിലുള്ള ആളുകൾ മുഴുവനും അറിയും. പക്ഷേ ദൈവസന്നിധിയിൽ ഒന്ന് ഇരുന്ന് നോക്കിക്കേ, മുട്ടുമടക്കി കർത്താവിൻ്റെ സന്നിധി കരഞ്ഞു നോക്കിക്കേ. നിങ്ങൾക്ക് എത്ര രൂപയാണ് കടം? നിങ്ങളൊരു പേപ്പറിനകത്ത് എഴുതി വെക്ക്. എന്നിട്ട് ആ പേപ്പർ 4ആയിട്ട് മടക്ക്. എന്നിട്ട് കൈവെള്ളയ്ക്കകത്ത് വെച്ചുകൊണ്ട് കർത്താവോട് പറ, കർത്താവേ, എനിക്ക് എന്നെ അലട്ടുന്ന, എൻ്റെ സ്വസ്ഥത കളയുന്ന ഈ കടം എനിക്ക് കർത്താവ് വീട്ടി തരണം എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് 6-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം മുതൽ. ആ വാക്യം ഇങ്ങനെയാണ്: ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ആര് പറഞ്ഞതാ? യേശു കർത്താവ് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. എപ്പോഴും ആദിയാണ്, വ്യാധിയാണ്. ഞാൻ നാളെ എന്ത് തിന്നും, ഞാൻ നാളെ ഏത് ഉടുപ്പിടും, ഞാൻ നാളെ ഏത് സാരി ഉടുക്കും, നാളെ ഞാൻ ഏത് ചുരിദാറിടും. ഇതിനെക്കുറിച്ചൊക്കെ വ്യാകുലതയാണ്. എന്ത് കുടിക്കും, ഞാൻ എന്ത് തിന്നും, ഈ വക കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ പള്ളിയിലുണ്ട്, നമ്മുടെ ആ കൊച്ചു സൊസൈറ്റിക്കകത്തുണ്ട്. എന്നാൽ വേദപുസ്തകം പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നമ്മുടെ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും, നമുക്ക് ഞെരുക്കങ്ങൾ വരും, നമുക്ക് ഭാരങ്ങൾ വരും. പക്ഷെ കർത്താവ് നമ്മളെ ഉറപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. ഇവിടെ വായിക്കുകയാണ്, ഈ വക ഒക്കെയും തിന്നുന്ന കാര്യത്തെക്കുറിച്ച്, കുടിക്കുന്ന കാര്യത്തെക്കുറിച്ച്, ഉടുക്കുന്ന കാര്യത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ട് ജീവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുക, ഈ വക കാര്യങ്ങൾ ജാതികളാണ് അന്വേഷിക്കുന്നത്. എന്നാൽ അടുത്ത സ്റ്റെപ്പ് പറയുകയാണ്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ആമേൻ. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ സബ്ജക്റ്റ് കടഭാരവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഈ വാക്യം നിങ്ങൾക്ക് ഇങ്ങനെ തരാം: സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും, ഏതൊക്കെയും? നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും. ഉടുക്കുന്ന കാര്യത്തിലും തിന്നുന്ന കാര്യത്തിലും കുടിക്കുന്ന കാര്യത്തിലും സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു എന്നിവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന നിങ്ങളുടെ കയ്യിലെ ഭീമമായ കടം, നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന. കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു, പാസ്റ്റർ, വീട്ടിൽ ഇരിക്കാൻ വയ്യ, ഭർത്താവ് ജോലിക്ക് പോകും, മക്കളും അതുപോലെ പല വഴിക്ക് തിരിയും, കടക്കാരെല്ലാം വന്ന് എൻ്റെ വീട്ടിൽ വന്നാണ് അമ്മ വിഷയം ഉണ്ടാക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട മാതാവേ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഈ വചനത്തിൽ കൂടെ, ഈ ദൂതിൽ കൂടെ പറയാം. നാം ഉടുക്കുന്ന കാര്യത്തെക്കുറിച്ചും നാം തിന്നുന്ന കാര്യത്തെക്കുറിച്ചും നാം കുടിക്കുന്ന കാര്യത്തെക്കുറിച്ചും ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് അറിയാമെങ്കിൽ, നിന്റെ കടം എത്ര വലുതാണെങ്കിലും, അത് ലക്ഷമാകട്ടെ, അത് കോടിയാകട്ടെ, അത് ആയിരങ്ങളാകട്ടെ, എത്ര വലിയ വിഷയമാണെങ്കിലും അതിൻ്റെ മേൽ നീക്കുപോക്ക് തന്ന് നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങൾക്കൊരു പുതിയ വഴി തുറന്ന്, ഒരു പുതിയ വാതിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്ന് നിങ്ങളുടെ ഞെരുക്കം മാറ്റാൻ എൻ്റെ യേശുവിന് കഴിയും, എൻ്റെ കർത്താവിന് കഴിയും. ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഒരിക്കൽ പത്രോസിനോട് യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്: നീ കടലിൽ ചെന്ന് ഒരു മീൻ പിടിക്കണം. ആ കടലിൽ ചെന്ന് മീൻ പിടിക്കുമ്പോൾ അതിൻ്റെ വായിൽ എന്തുണ്ടാകും? ഒരു ചതുർധർമ്മ പണം ഉണ്ടാകും. അതെടുത്തുകൊണ്ട് വന്നിട്ട് നീ അത് വിറ്റ് കാശാക്കണം. വിറ്റ് കാശാക്കിയിട്ട് നീ നിന്റെ വീടിൻ്റെ കരമടയ്ക്കണം, എൻ്റെയും കരമടയ്ക്കണം.
നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ കരം, നമ്മുടെ വസ്തുവിൻ്റെ കരം, നിങ്ങൾ വീടിൻ്റെ കരം അടയ്ക്കുകയും വസ്തുവിൻ്റെ കരം അടയ്ക്കുകയും ചെയ്യുന്നവരല്ലേ? ഒരു വർഷത്തിലാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. എത്ര രൂപ അടയ്ക്കുന്നുണ്ട്? 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെന്നിരിക്കട്ടെ, ഇച്ചിരി വലിയ വീടാണെന്നിരിക്കട്ടെ, ഇനി 3500 ആണെന്നിരിക്കട്ടെ, എത്ര രൂപ അടയ്ക്കും? നിസ്സാരമായ കുറച്ച് പൈസയല്ല ഉള്ളൂ. ഇനി ഒരു കൊച്ചു 4 മുറി അല്ലെങ്കിൽ 2 മുറിയുള്ളൊരു വീട്, ഒരു അടുക്കളയുള്ള വീടാണെങ്കിൽ ആ വീടിന് നിങ്ങൾ കരമടയ്ക്കുന്ന എത്രയാണ്? ഒരു 1000 രൂപ താഴെയല്ല ഉള്ളൂ. നിങ്ങൾക്കൊരു 10 സെന്റ് സ്ഥലവും ഒരു 4 മുറി വീടുമാണെങ്കിൽ നിങ്ങൾ എത്ര രൂപ അടയ്ക്കും? അതും ഒരു 1000-1500 രൂപയ്ക്ക് താഴെ നിൽക്കുന്ന ഒരു എമൗണ്ട് അല്ലേ ഉള്ളൂ. അപ്പൊ കരമടയ്ക്കുന്ന പണം എന്ന് പറയുന്നത് ഒരു വലിയ ഭീമമായ പണമല്ല. ഒരു കാർ ലോൺ എടുത്താൽ അതിൻ്റെ ഇൻഷുറൻസ് അടയ്ക്കും ചിലപ്പോൾ 12,000 രൂപ മേളിൽ വരും, അല്ലെങ്കിൽ ഒരു 15,000 രൂപ മേളിൽ വരും. ഇച്ചിരി ലക്ഷറി കാറാണെങ്കിൽ ഒരു 30,000, 40,000, 50,000, 60,000 രൂപ വരും. എന്നാൽ ഇവിടെ ഒരു വീടിൻ്റെ കരം അടയ്ക്കുന്നത് നിസ്സാരമായ കരമല്ലേ അടയ്ക്കുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. ഞാനവിടെ ചിന്തിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. പത്രോസിനെ കുറിച്ചും ദൈവത്തിനൊരു വീക്ഷണം ഉണ്ടായിരുന്നു. യേശു പറയുകയാണ്, നിന്റെ കരം അടയ്ക്കണം, ആ കൂട്ടത്തിൽ എൻ്റെ കരം കൂടെ അടയ്ക്കണം. കർത്താവിൻ്റെ കയ്യിൽ അപ്പോൾ കരം അടയ്ക്കാൻ വേറെ ഒന്നുമില്ല. പക്ഷെ യേശു കർത്താവ് പത്രോസിൻ്റെ അവസ്ഥ അറിഞ്ഞു. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം, നിസ്സാര വിഷയമായ ചെറിയൊരു പ്രോബ്ലമാണ് കരമടയ്ക്കുന്നത്. അതുപോലും കർത്താവ് ശിഷ്യന് ചെയ്തു കൊടുത്ത് ആ പത്രോസിൻ്റെ അവസ്ഥ അറിഞ്ഞെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ വായിക്കുകയാണ്, ജാതികൾ ചെയ്യുന്നത് പോലെ നെഞ്ചത്തടിച്ചും തലയ്ക്ക് പിടിച്ച് അടിച്ചും മുടി വിച്ചിപ്പറിച്ചും പല്ല് കടിച്ചും വായിക്കൂടെ ജ്വരയും പതയും ഒഴിപ്പിച്ചു കണ്ണ് നിറഞ്ഞും കരഞ്ഞും കൂവിയും, അയ്യോ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ, എന്തിനാ എന്നെ ഇങ്ങനെ ജീവിപ്പിച്ച്, ദൈവത്തിന് എന്നെ വേണ്ടേ, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, ദൈവം എന്താ എന്നെ ഇങ്ങനെ കൈവിടുന്നേന്നൊക്കെ പറഞ്ഞ് ദൈവത്തോടും പിറുപിറുത്ത്, വീട്ടുകാരോടും പിറുപിറുത്ത്, ഭർത്താവിനോടും പിറുപിറുത്ത്, ഭാര്യയോടും പിറുപിറുത്ത്, മക്കളോടും പിറുപിറുത്ത്, വഴക്കുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി ജീവിക്കാനല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ അറിയുന്നൊരു ദൈവം. ഞാൻ ഈ വക കാര്യം പറയാനുള്ള കാര്യം, ഈ സബ്ജക്റ്റുമായിട്ട് വരാനുള്ള കാര്യം, ഈ ദിവസങ്ങളിൽ ഞാൻ ഇടപെടുന്ന ആളുകളുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഒരു മകള് പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ കടമുണ്ട്, അതൊന്നും വീട്ടാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ പപ്പ വീടിനകത്ത് ഭയങ്കര മൂശാട്ടയാണ്, എടുക്കുന്ന പിടിക്കുന്ന എല്ലാം ബഹളമാണ്, കൈ കിട്ടുന്നൊക്കെ വലിച്ചെറിയുക. പപ്പ പാവമാ, പക്ഷേ വീടിനകത്ത് അങ്ങ് അസ്വസ്ഥതയാണ്. ഞാൻ ചോദിച്ചാൽ എന്താ പപ്പ അങ്ങനെ തുടങ്ങുന്നത്? കടം കൊടുക്കാൻ പറ്റുന്നില്ല, കടക്കാർ ഫോണിൽ വിളിക്കും, അതിൻ്റെ വാശിയും അതിൻ്റെ വേദനയെല്ലാം കൂടെ തീർക്കും ഞങ്ങളോടാ, അമ്മയോടാ തീർക്കുന്നേ. നോക്കിക്കേ, നിങ്ങൾ അങ്ങനെ നിരാശപ്പെടരുത്. നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് മുട്ടുകുത്തിക്കേ, ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞേ. വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുക, ദൈവം അത് നിങ്ങൾക്ക് ചെയ്തു തരും. ഇവിടെ വായിക്കുകയാണ്, ഇങ്ങനെ ചെയ്യുന്നത് ജാതികളാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും, മത്തായി 6:32 ഞാൻ പറയുന്നത്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സകല വിഷയം. സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് അറിയുന്നുവല്ലോ. നിങ്ങളുടെ കടം വീട്ടേണ്ടത് ആവശ്യമാണെന്ന് ആരറിയുന്നു? സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റേണ്ടത് ആവശ്യമാണെന്ന് ആരറിയുന്നു? സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങളുടെ ശരീരത്തിലെ രോഗം മാറ്റിത്തരണമെന്ന് ആരറിയുന്നു? സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അതുകൊണ്ട് നമ്മളെ അറിയുന്നൊരു ദൈവം നമുക്കുണ്ട് പ്രിയരെ, നമ്മൾ അറിയുന്നൊരു ദൈവമുണ്ട്. അതേ അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. എന്നിട്ട് പറയുക, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. പറവയെ നോക്കൂ, നമുക്ക് ചുറ്റും പറന്നു നടക്കുന്ന പറവകൾ വിതയ്ക്കുന്നില്ല, അത് കൊയ്യുന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പറവകൾക്ക് വേണ്ടി ഒരേക്കർ സ്ഥലം, ആ കിടക്കുന്ന ഒരേക്കർ സ്ഥലം ഇവിടുത്തെ പറവകൾക്കാണെന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ധാന്യങ്ങൾ വിളഞ്ഞു കിടക്കുന്നത് അതെല്ലാം പറവകളുടെ ആണെന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സമ്പ്രദായം ഈ ഭൂമിയിലില്ല. എന്നാൽ ഏതെങ്കിലും പറവ പട്ടിണി കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? പട്ടിണി കിടന്ന് ചാകുന്ന കണ്ടിട്ടുണ്ടോ? തക്ക സമയത്ത് പറവകൾക്ക് ആഹാരം കൊടുക്കുന്നെങ്കിൽ മത്തായി 6:26 നിങ്ങൾ വായിക്കൂ. സഹോദര സഹോദരി, പിതാവേ മാതാവേ, ആ വാക്യം എടുക്കൂ. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ കൂട്ടിവെക്കുന്നില്ല.
എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നോക്കിക്കേ അവയെ പുലർത്തുന്നു. പറവകളെ പുലർത്തുന്നെങ്കിൽ ഇത്ര ഭംഗിയായി പറവകളെ, ആത്മാവില്ലാതെ ഇന്ന് വീണ് ചത്താൽ തീർന്നു പോകുന്ന പറവകളെ ദൈവം ഇത്ര ഭംഗിയായി പുലർത്തുന്നെങ്കിൽ, താമരെ ഇത്ര ഭംഗിയായി പുലർത്തുന്നെങ്കിൽ, നോക്കുക, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളതാണെന്ന് യേശു കർത്താവ് പറയുകയാണ്. പറവേക്കാൾ ഏറ്റവും വിശേഷതയുള്ളതാണ് നമ്മൾ ദൈവത്തിന്. കാരണം നാം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെടുകയും അവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അതൊന്നും പറവകളിലില്ല. പറവകളെ ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഊതിയല്ല പറവകളെ സൃഷ്ടിച്ചത്. അതിന് ദേഹം മാത്രമേ ഉള്ളൂ, ആത്മാവില്ല. എന്നാൽ ആത്മാവില്ലാത്ത പറവയെ അത്രയും ഭംഗിയായി 3 നേരത്തിന് 10 നേരവും ആഹാരം കൊടുത്ത് സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നെങ്കിൽ, ഇങ്ങോട്ട് നോക്കിക്കേ, അവയേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളതെന്ന് വേദപുസ്തകത്തിൽ കാണുകയാണ്. നമ്മൾ വിശേഷതയുള്ളവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണക്കാരല്ല, ദൈവത്തിന് വിശേഷത ഉള്ളവരാണ്. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറഞ്ഞത് 1 പത്രോസ് 5:7 ഇങ്ങനെ പറഞ്ഞു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ അവൻ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര, നിങ്ങളുടെ ചിന്താകുലം അത് കർത്താവിൻ്റെ കൈ കൊടുക്കുക. ആ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തും. ആ കടങ്ങൾ കർത്താവ് എഴുതി തള്ളും. അതിന് വേണ്ടത് കൊടുത്തു തീർക്കാൻ വേണ്ടത് ആരെയെങ്കിലും ഒക്കെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവം വിശ്വസ്തനാണ്. ഇന്നേക്ക് 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫും ഞാനും കൂടെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്പം പണം വേണം. അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ഒരിക്കൽ എൻ്റെ ചർച്ചയിൽ അത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്. കാരണം അല്പ പണത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നോക്കിയ വഴികളെല്ലാം പരാജയപ്പെട്ടു. ഞങ്ങളുടെ ബുദ്ധിക്കെല്ലാം അന്യമായി മാറി. അവസാനം ദൈവത്തിങ്കിലേക്ക് നോക്കി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ വിഷയത്തിൽ, എൻ്റെ മക്കളുടെ വിഷയത്തിൽ, അവരുടെ പഠന വിഷയത്തിൽ ആ പണം ഞങ്ങൾക്ക് അത്രയും വേണം. അത് 1-2 രൂപയല്ല. അതുകൊണ്ട് കർത്താവെ, അങ്ങ് ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചു. പറയട്ടെ, അന്ന് വൈകിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ വന്നു. പ്രാർത്ഥന കഴിഞ്ഞ് അവർ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി പോകാൻ നേരത്ത് ഒരു കവർ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ എൻ്റെ വൈഫും കൂടെ അവിടെ നിൽക്കുമ്പോൾ ഒരു കവർ, അവർ ബാഗ് തുറന്ന് ഒരു കവർ എടുത്ത് ഞങ്ങളുടെ കയ്യിൽ തന്നു. പാസ്റ്റർ, ഇത് ഇരിക്കട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ഹല്ലേലൂയ ഒരു നന്മയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചു. എന്നിട്ട് അവർ കാറിൽ കയറി അവർ പോയി. അവർ പോയതിന് ശേഷം ഞങ്ങളെ കവർ പൊട്ടിച്ചപ്പോൾ ഞങ്ങൾക്ക് കണ്ണ് നിറഞ്ഞുപോയി. അധികം വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയല്ല, 3 മാസങ്ങൾക്ക് മുമ്പ് കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യമായി വന്നത്, ഞങ്ങൾ ദൈവത്തോട് എത്ര രൂപയാണോ പ്രാർത്ഥിച്ചത്, അതിൽ കൂടുതൽ പണം ആ കവറിനകത്ത് ദൈവം മടക്കി വെച്ച് തന്നത് ഞാൻ ഇന്ന് പകൽ ഓർക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടോട് ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില വ്യക്തികളെ നിങ്ങളുടെ കടം വീട്ടാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കും. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ചിലരെ ദൈവം നിങ്ങളുടെ ഭവനത്തിൽ അയക്കും. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ പറഞ്ഞാൽ മാത്രം മതി. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്. ആ വാക്യം ഇങ്ങനെയാണ്: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ ചെയ്യേണ്ടത്. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ഇന്ന് രാവിലെ വിചാരപ്പെടരുത്. ഞാൻ ഇന്ന് ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നന്മകൾ നിങ്ങളുടെ വീട്ടിൽ കയറി വരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഒരുപക്ഷെ നിങ്ങൾ നിസാരമെന്ന് കണ്ട വ്യക്തിയിൽ കൂടെ ആയിരിക്കും
അവരെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് നിങ്ങൾ വിധി എഴുതിയ വ്യക്തികളെ കൊണ്ടായിരിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കാൻ പോകുന്നത്. അനുഭവത്തോടുകൂടെ പറയുകയാ, ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അത് തുറന്നു വരും. ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഓപ്പൺ ആക്കും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയാമോ? ഞാൻ ചെയ്യേണ്ടതെന്നറിയാമോ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ, നമ്മൾ ആദ്യം വായിച്ചപ്പോൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നതിനെ കുറിച്ച് വിചാരപ്പെടലെന്ന് വായിച്ചില്ലേ? അതേ അർത്ഥത്തിൽ യേശു കർത്താവ് പറഞ്ഞ അതേ അർത്ഥത്തിൽ ഫിലിപ്പിയ ലേഖനത്തിൽ ഫിലിപ്പിയ സഭയെ നോക്കി പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. എന്താ പിന്നെ ചെയ്യണ്ടേ? എല്ലാറ്റിലും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏത് വിഷയത്തിലും, അത് കടമാണെങ്കിലും ഞെരുക്കം, ഏത് വിഷയത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ നോക്കിക്കേ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ അപേക്ഷിക്കണം. അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രത്തോടെ നിങ്ങൾ ദൈവത്തോട് അറിയിക്കണം. ദൈവത്തോട് അറിയിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെയും ദൈവം അത് തീർത്തു തരും. ഈ എബ്രായ ലേഖനം 13-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ വാക്യം കൂടെ നമുക്ക് നോക്കാം. ആ വാക്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ നടപ്പ് ദിവ്യാഗ്രഹമില്ലാതായിരിക്കട്ടെ. അടുത്തത് പറയാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമുക്കെല്ലാവർക്കും പണം ആവശ്യമാണ്. നമ്മുടെ കടങ്ങൾ മാറണം, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ വചനം എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കും, അതിനെ വർദ്ധിപ്പിക്കും. യേശുവിൻ്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ 5000-ലധികം പുരുഷാരത്തിന് അവരുടെ വയറ് നിറച്ച് അവർക്ക് തൃപ്തികരമായ ഫുഡ് കൊടുത്തതിന് ശേഷം ആ ഉള്ള അപ്പത്തെ വാഴ്ത്തി നുറുക്കി ശേഷിച്ചത് 12 കൊട്ടയല്ലേ? അങ്ങനെയെങ്കിൽ നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഉള്ളത് ദൈവസന്നിധിയിൽ വെച്ച് അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിച്ച് നിങ്ങൾ ഇതിന്റെ പുറകെ ഓടണ്ട. ദൈവം നിങ്ങൾക്ക് വേണ്ടി തരും. കാരണം ഇവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവ് നിങ്ങൾക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. ഭക്തൻ പറയുക, കർത്താവ് എനിക്ക് തുണയാണ്, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യനോട് എന്ത് ചെയ്യും? നമുക്ക് ധൈര്യം പ്രാപിക്കാം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഭയക്കണ്ട. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞാൽ മതി. ഉള്ളത് ദൈവസന്നിധി സമർപ്പിച്ച് മുട്ടുമടക്കി ഒന്ന് കരഞ്ഞാൽ മതി. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഒരിക്കൽ ഏലീശയുടെ അടുക്കൽ പ്രവാചക ശിഷ്യന്റെ ഭാര്യ വന്ന് പറഞ്ഞത്, എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ടു പോകുന്നു, അതുകൊണ്ട് എൻ്റെ കടക്കാരിൽ നിന്ന് എന്നെ രക്ഷിക്കണം. പ്രവാചകൻ ചോദിച്ചു, നിന്റെ പക്കൽ എന്തുണ്ട്? എൻ്റെ പക്കൽ ഒരു തുരുത്തി എണ്ണയല്ലാതെ ഒന്നുമില്ല. പ്രവാചകൻ പറയുക, നീയും നിന്റെ കുഞ്ഞുങ്ങളും കൂടെ അടുത്തുള്ള വീടുകളിൽ പോയി പാത്രം വാങ്ങി നിന്റെ വീട്ടിലെ പാത്രം കൂടെ ശേഖരിച്ച് നീ മുറിക്കകത്ത് കയറി കഥ കടച്ച് നീ നിന്റെ കുഞ്ഞുങ്ങളും കൂടെ എന്ത് ചെയ്യണം? ആ എണ്ണ പകരണം. നീ മതിയെന്ന് പറയുമ്പോൾ, ഉള്ളതും നീ പകരുമ്പോൾ, ആ ഒരു തുരുത്തി എണ്ണ നീ പകരുമ്പോൾ, ആമേൻ, നീ അത് നിറയും. നീ ശേഖരിച്ച പാത്രം മുഴുവനും നിറയും. നീ മതിയെന്ന് പറയുന്നിടം വരെ അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഇന്ന് രാവിലെ ഒരു പക്ഷെ നിന്റെ കയ്യിൽ ഒന്നും കാണത്തില്ലായിരിക്കും, അല്ല, അല്പം നിന്റെ കൈ കാണും. എന്തുമാകട്ടെ, നിങ്ങളുടെ അവസ്ഥകൾ അറിയുന്ന, നിങ്ങളുടെ ഞെരുക്കം അറിയുന്ന, നിങ്ങളുടെ സാഹചര്യങ്ങൾ അറിയുന്ന, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയുന്ന, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു നല്ല കർത്താവ് സ്വർഗത്തിലുണ്ട്. പറവകളെ പോറ്റുന്ന, താമരകളെ പോറ്റുന്ന ദൈവം നമ്മളെ എത്രയധികം വിശേഷപ്പെട്ടതായ നമ്മെ എത്രയധികം ഭംഗിയായി നടത്തും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടോട് ഞാൻ പറയാം, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. ദൈവസന്നിധി നിന്ന് കരഞ്ഞാൽ മതി, ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ കടങ്ങൾ സ്വർഗം വീട്ടിത്തരും, യേശു വീട്ടിത്തരും. യേശുവിനത് കഴിയും. നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുവാൻ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പാന്താവുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുവാൻ, ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും ഏറ്റെടുത്ത് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ എൻ്റെ കർത്താവിന് കഴിയും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ യേശുവിനോട് പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
കർത്താവെ, ഇന്ന് രാവിലെ പലവിധമായ ഞെരുക്കങ്ങൾ, കടഭാരങ്ങൾ, കർത്താവെ, ചില ശൂന്യതകൾ നിമിത്തം ജീവിതത്തിൽ, വീട്ടിൽ, കർത്താവെ, ജോലി മേഖലകളിൽ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ ഞെരുക്കം അനുഭവിക്കുന്ന, കടമനുഭവിക്കുന്ന, മുമ്പോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഒരു കൂട്ടം ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇന്ന് രാവിലെ ദൈവാത്മാ പറഞ്ഞ ദൂതിനായി സ്തോത്രം. ഇവരുടെ കയ്യില് ശൂന്യതയാണ്. ഇവരുടെ കൈ, കർത്താവെ, ഒന്നുമില്ലപ്പ. ഇവരുടെ അവസ്ഥ നീ അറിയുന്നപ്പ. ഇന്ന് രാവിലെ അത്ഭുതം ദൈവം ചെയ്യണം. ബന്ധനങ്ങളെ അഴിക്കണം. ദൈവിക പദ്ധതി വെളിപ്പെടുത്തണം. ഇന്ന് വരെ കാണാത്ത ചില പുതിയ വാതിലുകൾ ഇവർക്ക് വേണ്ടി തുറക്കണം. കർത്താവ് ചിലരെ ഇവർക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കണം. ഇന്നലകളിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തി ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് കരുതുന്ന ദൈവം ഈ മക്കൾക്ക് വേണ്ടി കരുതണമേ. അങ്ങേ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ രുചിച്ചു അറിയുന്നവരാണ്. ആകയാൽ യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേട്ടവരുടെ വിഷയത്തിൻ്റെ മേൽ അവരുടെ കടഭാരം മാറട്ടെ, ഞെരുക്കം മാറട്ടെ, ശൂന്യതകൾ മാറട്ടെ, അഭിവൃദ്ധി ഉണ്ടാകട്ടെ, വീട് സമ്പത്ത് കൊണ്ട് നിറയട്ടെ, ദൈവാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്കുണ്ടാകട്ടെ. കർത്താവിൻ്റെ എല്ലാ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രേക്ഷകർ, ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ, അവരുടെ കുഞ്ഞുങ്ങൾ പലരും കർത്താവെ, കോളേജുകളിൽ, സ്കൂളുകളിൽ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ റിസൾട്ട് കൊടുക്കണേ. നന്നായി പഠിക്കട്ടെ. പഠിച്ചതൊക്കെ നന്നായിട്ട് എഴുതട്ടെ. ഓർമ്മശക്തി കൊടുക്കണേ. മന്ദതകൾ മാറ്റണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഗ്രേസ് ടിവിയുടെ പ്രേക്ഷക കുടുംബത്തിലുള്ള ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നല്ല മാർക്ക് വാങ്ങിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കണം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭയപ്പെടേണ്ട, നാളേക്ക് വേണ്ടി വിചാരപ്പെടേണ്ട. അത് ജാതികളാണ് വിചാരപ്പെടുന്നത്. നിങ്ങൾക്ക് വേണ്ടത് അപ്പായുടെ കയ്യിലുണ്ട്. കർത്താവ് നിങ്ങൾക്ക് തരും. മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് എഴുതിക്കാട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കടം അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ ഈ മെസ്സേജിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ കടങ്ങൾ നിങ്ങൾ എഴുതുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. ഈ ദിവസങ്ങളിൽ തന്നെ ഒരു വിടുതൽ നിങ്ങൾ കാണാം. അതനുഭവിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.